ഹലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഓർഡർ ഒന്നുമല്ല, കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. 2 ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ റണ്ണിങ് മെറ്റീരിയൽസിനുള്ള ഓർഡറാണ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് തുണികളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് അമ്മയ്ക്കായിരുന്നു കേട്ടോ. ഒരു ചുരിദാർ ബിറ്റാണ് കേട്ടോ. അത് അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കൊന്ന് തയ്ക്കാനും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ അമ്മയ്ക്ക് കൊടുക്കണതൊന്നും ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കിച്ചുമോളാണ് കൊടുത്തത്. കിച്ചുമോൾ തന്നെയാണ് അമ്മേൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ ഫസ്റ്റത്തെ ഉദ്ഘാടനം അമ്മയായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിച്ചിരുന്നു അമ്മയ്ക്ക് തന്നെ ഒന്ന് കൊടുക്കണം, അമ്മേൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഫസ്റ്റത്തെ ഒരു ഇത് വാങ്ങിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് നമുക്കൊരു 3 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ പാക്കിംഗ് ഒക്കെ ആക്കിയായിരുന്നു, കവറിലാക്കി വെക്കിയിരുന്നു. പിന്നെ ഇത് ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഡയറക്റ്റ് ഞാൻ തന്നെ എത്തിക്കുമായിരുന്നു. കുറച്ചത് എടുത്ത് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ അഡ്രസ്സൊന്നും വെച്ചില്ല. അത് നമ്മുടെ ലോഗോയുടെ ഒരു ഇതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, സ്റ്റിക്കറാണ് വെച്ചിട്ടുള്ളത്. ഡേ സിഗ്നേച്ചർ ദീപ എന്നുള്ളത്. ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് കേട്ടോ ഇത്. സ്വന്തമായിട്ട് ഒരു ചെറിയ സംരംഭം തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അമ്മ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഒരു 3 ഓർഡറും ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം തന്നെ പിന്നെ എനിക്ക് വീണ്ടും ഒരു 3 ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഇത് രാവിലെ വന്ന ഓർഡർ ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് സെയിലാവുക അല്ലെങ്കിൽ അത് വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഒരു ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ലാഭം നോക്കിയിട്ടല്ല ചെയ്യുക. ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ്. നമ്മളെ വിളിച്ച് ഓർഡറൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിതെന്തായാലും ഡയറക്റ്റ് തന്നെ അവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ 3 ഓർഡർ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം ബാക്കിയുള്ള, നമുക്ക് ഒരു 3 കൂടെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബായ്, ടാറ്റാ. കൊടുത്തിട്ട് വരാം കേട്ടോ.